ചാണക്യൻ ഒരു മികച്ച തന്ത്രജ്ഞനും രാഷ്ട്രീയ ഉപദേഷ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ 5 പ്രധാന ജീവിത പാഠങ്ങൾ ഇതാ. പാഠം 1: അറിവിന്റെയും സ്ഥിരമായ പരിശ്രമത്തിന്റെയും ശക്തി. ഒരു മനുഷ്യൻ മഹാനാകുന്നത് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്, ജനനം കൊണ്ടല്ല. ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇന്ന് പ്രയാസമായിരിക്കും, നാളെ കൂടുതൽ മോശമാകും, പക്ഷേ മറ്റന്നാൾ സൂര്യപ്രകാശമായിരിക്കും. ഈ പാഠം നിരന്തരമായ പഠനത്തെയും സ്ഥിര പരിശ്രമത്തെയും ഊന്നി പറയുന്നു. അറിവ് ഉപയോഗിക്കണം, പ്രയത്നം ഒരിക്കലും നിർത്തരുത്. അർജുൻ എന്ന യുവാവ് പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിൽ കിണർ കുഴിക്കാൻ ശ്രമിക്കുന്നു. അയാൾ തളർന്ന് കൈവെടിയാൻ തയ്യാറാവുന്നു. ചാണക്യൻ അതുവഴി കടന്നു പോകുകയും അർജുൻ പാതിയിൽ ഉപേക്ഷിച്ച നിരവധി കുഴികൾ കാണുകയും ചെയ്യുന്നു. ആഴത്തിൽ കുഴിച്ച ഒരൊറ്റ കിണറിൽ നിന്ന് വെള്ളം ലഭിക്കുമെന്നും ഉപേക്ഷിച്ച പല ആഴമില്ലാത്ത കുഴികളും വരണ്ടു തന്നെ കിടക്കുമെന്നും ചാണക്യൻ ഉദാഹരണമായി പറയുന്നു. പാഠം 2: നല്ലവരുമായി മാത്രം സഹവസിക്കുക. നിങ്ങളുടെ പദ്ധതികൾ ആരോടും വെളിപ്പെടുത്തരുത്. അവർ അത് അട്ടിമറിക്കും. സഹായിക്കാൻ ഒരാളില്ലാത്തവൻ കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെയാണ്. ഈ പാഠം കൂട്ടുകാരെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നു. നിങ്ങളുടെ സൗഹൃദ വലയമാണ് നിങ്ങളുടെ സ്വഭാവവും വിധിയും നിർണയിക്കുന്നത്. ഒരു രാജാവ് സുപ്രധാനമായ ഒരു നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നു. അയാൾക്ക് 2 പേരിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നു. അത്യാഗ്രഹിയായ സ്തുതിപാഠകൻ വിമൽ, സത്യസന്ധനായ ഉപദേഷ്ടാവ് ഗോപാൽ. പെട്ടെന്നുള്ളതും അനാശാസ്യവുമായ ലാഭത്തിനായി വിമൽ രാജാവിനെ പ്രേരിപ്പിക്കുന്നു. ഗോപാൽ മുന്നറിയിപ്പ് നൽകുന്നു. രാജാവ് വിമലിന്റെ വഴി തിരഞ്ഞെടുക്കുകയും പെട്ടെന്ന് വലിയ നാശനഷ്ടം നേരിടുകയും ചെയ്യുന്നു. തെറ്റായ ഉപദേശം കേൾക്കുന്നതാണ് തകർച്ചയ്ക്ക് കാരണം എന്ന് ഊന്നി പറയുന്നു. പാഠം 3: വ്യക്തമായ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം. ഭയം അടുക്കുമ്പോൾ തന്നെ അതിനെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക. ഈ പാഠം ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയുടെ ആവശ്യകതയെക്കുറിച്ചാണ്. വ്യക്തമായി നിർവചിക്കാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ലക്ഷ്യമില്ലാത്ത ഒരാൾ എളുപ്പത്തിൽ ശ്രദ്ധ വ്യതിചലിക്കുകയും ചെറിയ ഭയങ്ങളാൽ കീഴ്പ്പെടുകയും ചെയ്യും. ഒരു അമ്പെയ്ത്ത് പരിശീലന മൈതാനം. കണ്ണുകെട്ടിയ ഒരു വിദ്യാർത്ഥിയോട് അമ്പെയ്യാൻ ആവശ്യപ്പെടുന്നു. അവൻ ലക്ഷ്യം തെറ്റിച്ച് അമ്പെയ്യുന്നു. ചാണക്യൻ കണ്ണുകെട്ട് അഴിച്ചിട്ട് ചോദിക്കുന്നു, നീ എന്താണ് കാണുന്നത്? വിദ്യാർത്ഥി പറയുന്നു, മുഴുവൻ മൈതാനവും. ചാണക്യൻ ലക്ഷ്യത്തിന്റെ കണ്ണ് ഒഴികെ എല്ലാം മറച്ചുവെച്ച് വീണ്ടും ചോദിക്കുന്നു. വിദ്യാർത്ഥി പറയുന്നു, ലക്ഷ്യത്തിന്റെ കണ്ണ് മാത്രം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. അതാണ് യഥാർത്ഥ ഏകാഗ്രത. പാഠം 4: സമയവും അവസരവും. നിങ്ങളുടെ വിജയരഹസ്യം ആരോടും പങ്കുവയ്ക്കരുത്, കാരണം അത് നിങ്ങളുടെ പതനത്തിന് കാരണമാകും. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ വരുത്തുന്നതിൽ ഭയപ്പെടുക എന്നതാണ്. ഈ പാഠം അവസരങ്ങൾ മുതലെടുക്കുന്നതിനെ കുറിച്ചാണ്. അവസരം ക്ഷണികമാണ്. ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾ കൃത്യമായും നിർണായകമായും പ്രവർത്തിക്കണം. പെട്ടെന്നുള്ള മഴയിൽ തിരക്കേറിയ ഒരു കമ്പോളം. വിവേകിയായ ഒരു കച്ചവടക്കാരൻ മറ്റു വ്യാപാരികളിൽ നിന്ന് വിറ്റുപോകാത്ത കുടകളും മഴമറകളും കുറഞ്ഞ വിലയ്ക്ക് ഉടൻ വാങ്ങുന്നു. മറ്റു വ്യാപാരികൾ മഴയെക്കുറിച്ച് പരാതിപ്പെടുന്നു. മഴ ശക്തി പ്രാപിക്കുമ്പോൾ കച്ചവടക്കാരൻ ഉയർന്ന വിലയ്ക്ക് കുടകൾ വിൽക്കുന്നു. അവസരത്തെ മുൻകൂട്ടി കാണുന്നവർക്ക് മഴമേഘം ഒരു സമ്മാനമാണ്, എന്നാൽ സൂര്യനെ കാത്തിരിക്കുന്നവർക്ക് അതൊരു ദുരന്തമാണ്. പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോൾ ആണ്. പാഠം 5: വിനയത്തിന്റെയും ബഹുമാനത്തിന്റെയും മൂല്യം. വിനയമാണ് ശക്തിയുടെ ഒരേയൊരു യഥാർത്ഥ ഉറവിടം. ഒരു പൂവിന്റെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കും. ഈ പാഠം വിജയത്തിൽ വിനയം കാണിക്കുന്നതിന്റെ മൂല്യം പറയുന്നു. വിനയമുള്ള വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കും. അഹങ്കാരിയായ വ്യക്തി കൊടുങ്കാറ്റിൽ ഒടിഞ്ഞു പോകുന്ന മരം പോലെയാണ്. ഒരു വലിയ മാന്തോട്ടം. ചാണക്യൻ പഴങ്ങൾ നിറഞ്ഞ ഒരു മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ ശാഖകൾ ഫലഭാരം കൊണ്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞിരിക്കുന്നു. അതിനടുത്ത് നേരെ നിൽക്കുന്ന ഒരു പുതിയ തൈച്ചെടിയുമുണ്ട്.
ഫലം നൽകുന്ന മരം ഉദാരമായതുകൊണ്ട് കുനിഞ്ഞിരിക്കുന്നു. ഫലമില്ലാത്ത മരം ഒന്നും നൽകാനില്ലാത്തതുകൊണ്ട് നിവർന്നു നിൽക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ, ഫലം കായ്ക്കുമ്പോൾ മറ്റുള്ളവരെ സേവിക്കാൻ കുനിയണം. അങ്ങനെ ചാണക്യന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ 5 പാഠങ്ങൾ കേവലം ചരിത്ര ഉപദേശങ്ങളല്ല. ഇവ സ്ഥിരമായ പരിശ്രമം, ശരിയായ കൂട്ടുകെട്ട്, വ്യക്തമായ ലക്ഷ്യബോധം, സമയം തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനം, ഒടുവിൽ വിനയം എന്നിവ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള അടിസ്ഥാന മാർഗരേഖയാണ്. നിങ്ങൾ ആരാണെന്നോ എവിടെയാണ് നിൽക്കുന്നതെന്നോ പ്രശ്നമല്ല. ഈ തത്വങ്ങൾ പിന്തുടർന്നാൽ പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനും ഭയത്തെ കീഴടക്കാനും മഹത്തായ ലക്ഷ്യങ്ങൾ നേടാനും നിങ്ങൾക്ക് കഴിയും. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. ഒരു മനുഷ്യൻ മഹാനാകുന്നത് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്, ജനനം കൊണ്ടല്ല. ഇന്നു മുതൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ 5 പാഠങ്ങളാൽ നയിക്കപ്പെടട്ടെ. നിങ്ങളുടെ സ്വന്തം വിജയം നിർണയിക്കേണ്ടത് നിങ്ങളാണ്.